തൃശൂരിൽ ബി.ജെ.പി. വോട്ടിന് കിറ്റ് വിതരണം ചെയ്തുവെന്ന പരാതിയിൽ കേസെടുത്തു പോലീസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വെസ്റ്റ് പോലീസിന്റെ നടപടി. ഒളരിയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ബി.ജെ.പി. കിറ്റുകൾ വിതരണം ചെയ്തുവെന്നാണ് യു.ഡി.എഫിന്റെയും എൽ.ഡി.എഫിന്റെയും പരാതി. ഇന്നലെ വൈകിട്ടാണ് ഒളരിയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റുകൾ വിതരണം ചെയ്തത്. വിവരമറിഞ്ഞ എൽ.ഡി.എഫ് പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിക്കുകയായിരുന്നു. വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി.ജെ.പി. കിറ്റ് വിതരണം ചെയ്തു എന്നാരോപിച്ച് എൽ.ഡി.എഫും യു.ഡി.എഫും പരാതി നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് കേസ്. വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം ചൂണ്ടിക്കാട്ടി BNS-ലെ വിവിധ വകുപ്പുകളും ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകളും ചുമത്തിയാണ് കേസ്. സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് യു.ഡി.എഫും എൽ.ഡി.എഫും വ്യക്തമാക്കി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ടാണ് ബി.ജെ.പി. മുന്നോട്ട് പോയത്. പല സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച്, അതുപോലെ ബാറുകൾ കേന്ദ്രീകരിച്ച് ടോക്കൺ കൊടുത്ത് മദ്യം കൊടുക്കുകയും കിറ്റ് കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള വ്യാപകമായ പരാതിയുണ്ട്. ഇന്നലെ തെളിവ് സഹിതം അത് പിടിക്കപ്പെട്ടു. പ്രദേശവാസിയായ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് കിറ്റുകൾ തയ്യാറാക്കിയതെന്നാണ് കടയുടമയുടെ മൊഴി. രാധാകൃഷ്ണൻ ബി.ജെ.പി. പ്രവർത്തകരാണ് എന്നാണ് ആരോപണം. എന്നാൽ ബി.ജെ.പി. ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. നമ്മൾ തെരഞ്ഞെടുപ്പിനൊരു പെരുമാറ്റച്ചട്ടമുണ്ടല്ലോ, അത് ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ആരും ചെയ്യരുത്. അത്തരം കാര്യങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായയുക്തമായി ഇടപെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ വരും ദിവസങ്ങളിലും വാക്പോര് കനക്കുമെന്ന് ഉറപ്പാണ്. മീഡിയ 1 തൃശ്ശൂർ.